ഹലോ മക്കൾസ്. അപ്പോൾ 10th മക്കളുമാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ചാപ്റ്റർ 5 ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ വൈദ്യുത രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഇതേ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ പഠിക്കാൻ പോവാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ പറ്റിയിട്ടാണ്. എന്താണ് സെല്ലുകൾ? ഇലക്ട്രോ കെമിക്കൽ സെൽ അഥവാ വൈദ്യുത രാസ സെല്ലുകൾ. എന്താണ് വൈദ്യുത രാസ സെല്ലുകൾ എന്ന് പറയുമ്പോൾ എന്താ ഈ കോൺസെപ്റ്റ്? വൈദ്യുത രാസ സെല്ലുകൾ. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന്, നമ്മൾ അങ്ങോട്ട് കറണ്ട് കൊടുക്കും. എന്ത് ചെയ്യും? ആ സെല്ലിന് നമ്മൾ അങ്ങോട്ട് കറണ്ട് കൊടുക്കും. കറണ്ട് കൊടുത്താല് കുറച്ച് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം അവിടെ നടക്കും. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? കറണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, കുറച്ച് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. രണ്ട്, അവിടെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻ നടന്ന് അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കറണ്ട് തരും. ഓക്കെ, ഇത് രണ്ടും ചേർന്നതാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. എന്താ? കറണ്ട് അങ്ങോട്ട് കൊടുത്താൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനം നടക്കും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നതിന്റെ റിസൾട്ട് ആയിട്ട് കറണ്ട് തരും. ഈ രണ്ട് പോസിബിലിറ്റിയുമാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഉള്ളത്. അപ്പൊ ഈ പോസിബിലിറ്റി വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഗാൽവാനിക് സെല്ലും ഉണ്ട്, ഇലക്ട്രോലിറ്റിക് സെല്ലും ഉണ്ട്. ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും. അപ്പൊ നമുക്ക് അതിനെ പറ്റി പഠിക്കാം. ഗാൽവാനിക് സെല്ലും ഉണ്ട്, ഗാൽവാനിക് സെല്ലുകൾ ഉണ്ട്, ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ ഉണ്ട്. ഇലക്ട്രോലിറ്റിക് സെല്ല്, ഇലക്ട്രോലിറ്റിക് സെല്ല്. ഓക്കെ, അപ്പൊ രണ്ടും നമുക്ക് നോക്കാം. അപ്പൊ നോക്കുകയാണെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് പറയുമ്പോൾ ജി എന്ന് പറയുന്ന ലെറ്ററിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ജി നമ്മൾ എഴുതുന്നത് സി പോലെയല്ലേ? സി സി സി. സോ കെമിക്കൽ റിയാക്ഷൻ നടന്ന് അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കറണ്ട് തരുന്നു, ഇലക്ട്രിസിറ്റി തരുന്നു. അപ്പൊ നമ്മൾ പറയും കെമിക്കൽ എനർജി ചേഞ്ചസ് ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ ആണോ? അപ്പൊ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആവുന്നതാണ് ഗാൽവാനിക് സെൽ. എങ്ങനെ മനസ്സിലാക്കാം? സി ജി പോലെയാണ് എഴുതുന്നത്. അപ്പൊ മനസ്സിലാക്കാം, കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. രാസോർജം വൈദ്യുതോർജമാകുന്നു. ഇനി ഇലക്ട്രോലിറ്റിക് സെൽ ഇയിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? സോ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. അപ്പോൾ ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആയിട്ടുണ്ട്. കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആണ് ഗാൽവാനിക് സെൽ എങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോലിറ്റിക് സെൽ. ഇനി നെക്സ്റ്റ് പോയിന്റ്. അപ്പൊ രണ്ടും എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ്, ഇതിനകത്ത് ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോഡുകൾ എന്ന് നമ്മൾ പറയൂലേ. ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഇനി കണ്ടാൽ എങ്ങനെ മനസ്സിലാവുന്നൂടെ മിസ് പറയാം. രണ്ട് ബീക്കർ ഉണ്ടെങ്കിൽ അത് ഗാൽവാനിക് സെൽ ആയിരിക്കും. ഒറ്റ ബീക്കർ ഇല്ലെങ്കിൽ അത് ഇലക്ട്രോലിറ്റിക് സെൽ ആയിരിക്കും. ഫിഗർ നമുക്ക് കാണിക്കാം. അപ്പൊ ആനോഡിന്റെ ചാർജ് എന്താ, കാഥോഡിന്റെ ചാർജ് എന്താ? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ചാർജ് മാത്രം, ബാക്കിയുള്ള കോൺസെപ്റ്റ് ഒക്കെ ഇനി സെയിം ആണ്. ചാർജ് മാത്രം രണ്ടിടത്തും ഓപ്പോസിറ്റ് ആണ്. ഓർക്കാനായിട്ട് മിസ് ഒരു കോഡ് പറഞ്ഞു തരാം. ലോൺ എന്ന് പറയുന്നത് ഗാൽവാനിക് സെല്ലിന്റെ മാത്രം കോഡാ. ഗാൽവാനിക് സെൽ കറണ്ട് കിട്ടാൻ ലോൺ എടുക്കണം കേട്ടോ. അപ്പൊ ഗാൽവാനിക് സെല്ലിന് മാത്രമുള്ള കോഡാണ് ലോണ്. ബാക്കിയുള്ളത് മിസ് പറഞ്ഞു തരാം. അതിലിവിടെ മാത്രം നോക്കുക. ആനോഡ് നെഗറ്റീവ് ആയിരിക്കും ഗാൽവാനിക്കില്. ആനോഡ് നെഗറ്റീവ് ആണെങ്കിൽ കാഥോഡ് എന്താ? പോസിറ്റീവ്. നേരെ ഓപ്പോസിറ്റ് ഇലക്ട്രോലിറ്റിക്കിൽ വരും. ഇവിടെ ആനോഡ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. ചാർജ് മാത്രം വ്യത്യാസം. അപ്പൊ എനർജി കൺവേർഷൻ വ്യത്യാസം, ചാർജ് മാത്രം വ്യത്യാസം. ഇത് സെറ്റ് ആണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇനി ജനറൽ ആയിട്ട് മിസ് പറഞ്ഞു തരാം. ആനോഡ് എന്ന് പറയുമ്പോൾ എന്താ, കാഥോഡ് എന്ന് പറയുമ്പോൾ എന്താ? ഓക്കെ, ആനോഡ് കാഥോഡ്. നെക്സ്റ്റ് പോയിന്റ്. ആനോഡിൽ ഓൾവേസ് ഓക്സിഡേഷനേ നടക്കുള്ളൂ. ആനോഡിൽ ഓക്സിഡേഷനേ നടക്കുള്ളൂ. അടുത്ത കോഡ് മിസ് പറഞ്ഞു തരട്ടെ. ആൻ ഓക്സ് എന്നല്ലേ പറയാ? എ ഓക്സ് ആണോ ആനോക്സ് ആണോ? ആനോക്സ് കേട്ടോ. ആനോഡിൽ ഓൾവേസ് ഓക്സിഡേഷനേ നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ കാഥോഡിൽ ഓൾവേസ് എന്തേ നടക്കുള്ളൂ? ഓഫ് കോഴ്സ് റിഡക്ഷനേ നടക്കുള്ളൂ. റിഡക്ഷൻ പഠിച്ചു. അപ്പൊ ആനോഡിന്റെ ചാർജ് ഇവിടെ അറിയാം, അവിടെ അറിയാം. ഇനി രണ്ടിടത്തും ആനോഡിൽ ഓക്സിഡേഷനേ നടക്കുള്ളൂ, കാഥോഡിൽ റിഡക്ഷനേ നടക്കുള്ളൂ. ഇനി അടുത്ത കോഡ് മക്കളെ നോക്കിക്കോ. അടുത്ത കോഡ് ഓയിൽ റിഗ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച അല്ലെ, 9th പഠിച്ച ഓയിൽ റിഗ്. എന്താ ഓയിൽ റിഗ്? ഓക്സിഡേഷൻ ലോസ് ആണ്, റിഡക്ഷൻ ഗെയിൻ ആണ്. അപ്പൊ പറ ആനോഡിൽ ഓൾവേസ് ഓക്സിഡേഷനേ നടക്കുള്ളൂ. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇനി കാഥോഡിൽ ഓൾവേസ് റിഡക്ഷനേ നടക്കുള്ളൂ എന്ന് വെച്ചാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇനി ഒരു കാര്യം കൂടി മക്കളുമാര് പറയണം. ആനോഡ്, കാഥോഡ്, നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടില്ലേ? റിയാക്ടിവിറ്റി സീരീസ് എന്താ? മെറ്റൽസിനെ അതിന്റെ റിയാക്ടിവിറ്റി ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസ് ആണ് റിയാക്ടിവിറ്റി സീരീസ്. ഇതില് നിങ്ങൾക്ക് രണ്ട് പെയറിനെ തന്നാല്
ഒരു പെയറിനെ തന്നാൽ, 2 പേരെ തന്നാൽ അതിൽ ആനോഡ് ആരാ കാഥോഡ് ആരാന്ന് ചോദിക്കും. നോക്കി പറയാ, ആർക്കാണോ ഹയർ റിയാക്ടിവിറ്റി അയാളായിരിക്കും ആനോഡ്. ക്രിയാശീലം കൂടി ആരാണോ അയാളായിരിക്കും ആനോഡ്. ലോവർ റിയാക്ടിവിറ്റി ഉള്ള ക്രിയാശീലം കുറഞ്ഞ ആളായിരിക്കും കാഥോഡിൽ. ഇത്ര പോയിന്റ് പഠിച്ചാൽ മതി. അപ്പൊ ഒന്നും കൂടി, ആനോഡ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ മാത്രമേ നടക്കുള്ളൂ. അവിടെ എന്താ, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഹയർ റിയാക്ടിവിറ്റി ഉള്ള ആള്. ഇനി റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അവിടെ എന്താണ്, ലോവർ റിയാക്ടിവിറ്റി ഉള്ള ആള്. അപ്പൊ അത് ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് ഒരു ഗാൽവാനിക് സെല്ലിന് എക്സാമ്പിൾ പഠിക്കാം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പെയർ എന്ന് പറയുന്നത് സിങ്കും കോപ്പറുമാണേ, സിങ്കും കോപ്പറും. അപ്പൊ ഓരോന്നും നമുക്ക് പഠിക്കാം. ആനോഡ് എന്താ, കാഥോഡ് എന്താ, റിയാക്ഷൻ ഫുള്ള്. ഓക്കെ, ആനോഡ് എന്ന് പറയുന്നത് ഇതിലാരാ, കാഥോഡ് എന്ന് പറയുന്നത് ഇതിലാരാ? പെട്ടെന്ന് പറഞ്ഞേ. ആനോഡ് ആവാൻ ചാൻസ് ആർക്കാണോ ഹയർ റിയാക്ടിവിറ്റി അയാൾക്ക്. സിങ്ക് കോപ്പർ റിയാക്ടിവിറ്റി സീരീസ് നോക്കുകയാണെങ്കിൽ സിങ്ക് ടോപ്പിൽ, കോപ്പർ താഴെ അല്ലെ. അപ്പൊ ആനോഡ് സിങ്ക്, കോപ്പർ ആയിരിക്കും കാഥോഡിൽ. നെക്സ്റ്റ് ഇനി നോക്കുന്നത് സെൽ റിയാക്ഷൻ ആണേ. നോക്കാം സെൽ റിയാക്ഷൻ. ആനോഡിലെ മിസ് ആദ്യം ഏതാണ്? ആനോഡ് എന്ന് പറയുന്നതിന്റെ ചാർജ് എന്താ? ആനോഡ് ഗാൽവാനിക് അല്ലേ, അപ്പൊ നെഗറ്റീവ്. അപ്പൊ അത് നോക്കണം, നെഗറ്റീവിലായിരിക്കും സിങ്ക് വെക്കേണ്ടത്. ആനോഡിൽ ആരാണെങ്കിലും എന്തേ നടക്കുള്ളൂ? ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, എഴുതാം, റിയാക്ഷൻ എഴുതാം. അപ്പൊ സിങ്ക് വരുന്നു, ലോസ് അല്ലെ, പുറത്തേക്ക് ഇലക്ട്രോണിനെ കളയുന്നു. എത്ര ഇലക്ട്രോണിനെ കളയും? അയാളുടെ ചാർജിനനുസരിച്ചിരിക്കും കേട്ടോ. സിങ്കിന്റെ ചാർജ് +2 അല്ലെ, +2. അപ്പൊ 2 ഇലക്ട്രോണിനെ കളയും. സിങ്ക് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ കളഞ്ഞാൽ പിന്നെ അയാൾ സിങ്ക് അല്ല, സിങ്ക് 2 പോയത്, Zn2+. ക്ലിയർ ആയ മക്കളെ റിയാക്ഷൻ? അപ്പൊ ഇതാണ് സെൽ റിയാക്ഷൻ. ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. സിങ്ക് വരുന്നു, ഓക്കെ, ആനോഡാണ്, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. സിങ്ക് വരുന്നു, പുറത്തേക്ക് ഇലക്ട്രോണിനെ കളഞ്ഞ് 2 പോയത്, Zn2+ ആവുന്നു. ഇനി കാഥോഡ് എന്ന് പറയുന്നത് എന്താ? കാഥോഡിൽ ഇനി ആര് വന്നാലും എന്തേ നടക്കുള്ളൂ? റിഡക്ഷൻ എന്ന് വെച്ചാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. പറ, ആരാ കാഥോഡില്? Cu അല്ലെ. ഗെയിൻ എന്ന് വെച്ചാൽ എന്താ? വാങ്ങുക. ഇലക്ട്രോണിനെ വാങ്ങി Cuന്റെ അയോൺ ആയിട്ട് മാറും അല്ലെ. എത്ര ഇലക്ട്രോണിനെ വാങ്ങും? 2 ഇലക്ട്രോൺ. അപ്പൊ Cu വാങ്ങി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയാൽ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലേ? Cu വാങ്ങി എന്ന് പറഞ്ഞ് എഴുതിയാൽ തെറ്റാ. എന്താ മക്കളെ? മെറ്റൽ ഒരിക്കലും വാങ്ങില്ല. എന്തായാലും ഇവിടെ ഗെയിനാ. അപ്പൊ നോക്കിയപ്പോ കോപ്പർ ആണ് കാഥോഡില്. അപ്പൊ ഞാൻ കോപ്പർ വാങ്ങി എന്ന് പറഞ്ഞ് എഴുതിയാൽ തെറ്റാം. മെറ്റൽ വാങ്ങില്ല, മെറ്റൽ ഇലക്ട്രോ പോസിറ്റീവാ, കളയേ ഉള്ളൂ. അപ്പൊ മെറ്റൽ വാങ്ങില്ല, മെറ്റലിന്റെ അയോൺ വാങ്ങും. Cu2+ വാങ്ങും. Cu2+ എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ പോയ അയോൺ ആണ് കേട്ടോ. Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങി അയാൾ നോർമൽ ആയിട്ട് Cu ആയി മാറും. ഇതാണ് റിയാക്ഷൻ. ബൈ ഹാർട്ട് ചെയ്താൽ കിട്ടില്ല. അപ്പൊ മനസ്സിലാക്കി പഠിക്കാൻ മക്കളെ. ആനോഡില് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, അതിനനുസരിച്ച് ചെയ്താൽ. കാഥോഡില് ഗെയിൻ ആണ്, അതിനനുസരിച്ച് ചെയ്താൽ. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ വരുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത് എന്താണെന്നറിയോ? നമുക്ക് കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആവുന്ന സാധനമല്ലേ ഗാൽവാനിക് സെല്ല്? ആണ്. എന്ന് പറയുമ്പോൾ കറണ്ട് ഇങ്ങോട്ട് കിട്ടും അല്ലേ. അപ്പൊ ഒന്ന് ഈ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചോദിക്കും? നമ്മുടെ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിക്കും. മിസ് പറഞ്ഞുതരാം. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. നെഗറ്റീവ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ് എങ്കിൽ അയാൾ ഒട്ടാൻ ചാൻസ് എങ്ങോട്ടാ? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് അല്ലേ, അയാൾ അട്രാക്ട് ചെയ്യുന്നത് പോസിറ്റീവിലേക്ക്. അപ്പൊ അയാള് നെഗറ്റീവ് ആയിട്ടുള്ള ആള് എന്ത് ചെയ്യും? പോസിറ്റീവിലേക്ക് പോകും. അപ്പൊ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ. നെഗറ്റീവ് എന്ന് വെച്ചാൽ ആനോഡ് അല്ലെ, ഗാൽവാനിക് സെൽ അല്ലേ, ആനോഡ്. അപ്പൊ ആനോഡ് ടു കാഥോഡ് ആയിരിക്കും ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ. പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഇവിടെ ആരാ? സിങ്ക് ടു കോപ്പർ ആയിരിക്കും ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ. നിങ്ങളോട് ചോദിക്കുകയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന്, നേരെ ഓപ്പോസിറ്റ് എഴുതി വെക്കാം. എന്ത്? എങ്ങോട്ടാണ് ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ? അതിന് ഓപ്പോസിറ്റ് ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ. സോ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഇലക്ട്രോൺ എങ്കിൽ കറണ്ട് നേരെ ഓപ്പോസിറ്റ്. ക്ലിയർ ആയോ? അപ്പൊ അവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗാൽവാനിക് സെല്ല്. ഇനി നേരെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ പോവാണ്. നേരത്തെ 2 ബീക്കർ 2 ഇലക്ട്രോഡ് എന്നൊക്കെ കണ്ടില്ലേ, എല്ലാം ഒറ്റൊരെണ്ണം. ഇതാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ മെയിൻ ഡിഫറൻസ്. ഇനി ഒരു കാര്യം പഠിക്കുക, ഇവിടെ എടുക്കുന്ന സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഈ മെറ്റൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന, ഈ മെറ്റൽ റോഡുകൾ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ഒരു സൊല്യൂഷൻ ഇല്ലേ, അതിന്റെ പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? നമ്മൾ കറണ്ട് കൊടുക്കും, അവിടെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഞാൻ ഈ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉരുക്കിയ NaCl എടുക്കുകയാണ്. എന്താ? ഉരുകിയ NaCl ഇല്ലേ, മോൾട്ടൺ NaCl, അതെടുക്കുകയാണ്.
ഇലക്ട്രോലൈറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആരും മതി ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഞാനിപ്പം ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl പഠിക്കാനായിട്ട് പോവാം. ഓക്കെ, അപ്പം ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഞാൻ ആനോഡും കാഥോഡുമായിട്ട് എടുത്തിരിക്കുന്നത് ഗ്രാഫൈറ്റ് റോഡിനെ തന്നെയാണ് കേട്ടോ. ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഇനി ചാർജ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ആനോഡ് എന്ന് പറയുന്നത് ലോണ് ഗാൽവാനിക്കിലാണ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് അല്ലെ, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. സെറ്റ്. ഇനി കറണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്, ഓർമ്മയുണ്ടല്ലോ? ആണ്. അപ്പൊ ഇവിടെ NaCl ഉണ്ടല്ലോ, ഇതിനുള്ളിൽ ആരുണ്ട്? NaCl ഉണ്ട് അല്ലെ, NaCl ഉണ്ട്. ഈ NaCl കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരുമിച്ചിരിക്കായിരുന്നു. കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവര് പിരിയും, രണ്ടായിട്ട് മാറും. ആര്? അയണൈസ് ചെയ്യും നമ്മൾ പറയും അല്ലെ. അയണൈസ് ചെയ്താൽ ആരൊക്കെയാവും? NaCl സ്പ്ലിറ്റ് ചെയ്താൽ ആരൊക്കെയാവും? Na+ഉം Cl- മാറും. കറക്റ്റ് അല്ലേ? Na+ഉം Cl-. അപ്പൊ ഞാൻ നോക്കുമ്പോൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറെ Na+ഉം Cl- ഒക്കെ കാണും. ഇനി Na+ എങ്ങോട്ട് പോകും? Cl- എങ്ങോട്ട് പോകും? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. Na+ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ചാർജ് പോസിറ്റീവ് അല്ലേ? അയാൾ ഒട്ടാൻ ചാൻസ് നെഗറ്റീവിലേക്ക് അല്ലേ, നെഗറ്റീവിലേക്ക് പോകും. Cl- എന്ന് പറയുന്നത് എന്താ? ആള് നെഗറ്റീവാ, ഒട്ടാൻ ചാൻസ് എങ്ങോട്ടാ? പോസിറ്റീവിലേക്ക്. അത്രയേ ഉള്ളൂ. അപ്പൊ ആനോഡിന്റെ ചാർജ് എന്താ, കാഥോഡിന്റെ ചാർജ് എന്താന്ന് അറിയെങ്കിൽ സിമ്പിൾ. NaCl അല്ലേ, സ്പ്ലിറ്റ് ചെയ്താൽ Na+ഉം Cl- ആയിട്ട് മാറും. Na+ എപ്പോഴും ഒട്ടുന്ന ഏതിലേക്കാ? നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കാഥോഡ്, Cl- പോസിറ്റീവിലോട്ടും. സെറ്റ്. ആരാനോഡിൽ വന്നാലും എന്തേ നടക്കുള്ളൂ? ഓക്സിഡേഷൻ, ഓക്സീകരണം എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ Cl- എന്ത് ചെയ്യും? ലോസ് ചെയ്യും അല്ലെ, ഇലക്ട്രോണിനെ കളഞ്ഞ് Cl ആയിട്ട് മാറും. ഇനി Cl ആയിട്ട് ഒരിക്കലും ക്ലോറിൻ ഗ്യാസ് നിൽക്കില്ല. എങ്ങനെയാ? Cl2 ആയിട്ടേ നിൽക്കുള്ളൂ അല്ലെ. അപ്പൊ 2 ഇലക്ട്രോൺ വന്നു, 2 Cl- വന്നു, 2 ഇലക്ട്രോണിനെ കളഞ്ഞു. ഓക്കെ, അതൊന്ന് ബാലൻസ് ചെയ്ത് എഴുതണം. ഇനി Na+ ആയിരിക്കും കാഥോഡിൽ വന്നിട്ടുണ്ടാവുക. ആര് വന്നാലും അവിടെ എന്തേ നടക്കുള്ളൂ? റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ Na+ ഗെയിൻ ചെയ്യും അല്ലെ. അപ്പൊ ഇലക്ട്രോണിനെ Na+ എന്ന് വെച്ചാൽ പോയത്, Na1 പോയത്, അതൊരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് Na ആയിട്ട് മാറും. ക്ലിയർ? അപ്പൊ കാഥോഡിൽ Na, ആനോഡിൽ ക്ലോറിൻ ഗ്യാസ്. അപ്പൊ അതിന്റെ ഒബ്സർവേഷൻ ചോദിക്കും. ക്ലോറിൻ ഗ്യാസ് ഒരു പെയിൽ ഗ്രീൻ കളറാ, അതെന്ത് ചെയ്യും? അതാണെങ്കിൽ ആനോഡിൽ കാണാനായിട്ട് പറ്റും. ആൻഡ് കാഥോഡിൽ നോക്കുമ്പോൾ Na+ ഒരു സിൽവർ കളറാണ്. Na വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. ഇതാണ് അതിന്റെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ ഇലക്ട്രോലൈറ്റിനെ എടുത്ത് മാറ്റി, ഉരുക്കി NaCl എടുത്ത് മാറ്റി, അക്വസ് NaCl, ജലീയ NaCl എടുത്ത് വെക്കാൻ പോവാണേ. എന്ന് വെച്ചാൽ മക്കളെ, NaCl വെള്ളം ഒഴിച്ചത്, NaCl-ഉം വെള്ളവും. നേരത്തെ NaCl മാത്രമേ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പം NaCl-ഉം ഉണ്ട്, H2O വാട്ടറും ഉണ്ട് അല്ലെ. അപ്പൊ 2 പേരുണ്ട്. ഓക്കെ, 2 പേരുണ്ട്. ഒന്ന് പറഞ്ഞേ, NaCl-ഉം ഉണ്ട്, H2O-യും ഉണ്ട്. കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 പേരും സ്പ്ലിറ്റ് ആവില്ലേ? സ്പ്ലിറ്റ് ആവും. Na+ സ്പ്ലിറ്റ് ചെയ്താൽ Na+ഉം NaCl സ്പ്ലിറ്റ് ചെയ്താൽ Na+ഉം Cl- ആയിട്ട് മാറും. ഇനി H2O സ്പ്ലിറ്റ് ചെയ്താലോ H+ഉം OH- ആയിട്ട് മാറും. ഓക്കെ, അയോൺസ് ആയിട്ട് മാറി. ഇനി പഴയ പ്രോസസ് എഴുതാം. ആനോഡ് എന്താ, കാഥോഡ് എന്താ? ഞാൻ ആദ്യം ആനോഡ് എഴുതാണേ. ആനോഡ് എന്ന് പറയുമ്പോൾ ചാർജ് ചെയ്താ അവിടെ ലോണ് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് കേട്ടോ. ഇവിടെ പോസിറ്റീവ്. ഓക്കെ, ഇവിടെ ആനോഡ് പോസിറ്റീവ്. ഈ പോസിറ്റീവിലേക്ക് ഇതിൽ ആരൊട്ടുന്നു എന്ന് പറഞ്ഞേ. പോസിറ്റീവ് അല്ലേ, നെഗറ്റീവ് ആയിട്ടുള്ള ആർക്കും ഒട്ടാം. ഇവിടെ കുറെ Cl- OH- ഉണ്ട്. 2 പേരും എന്ത് ചെയ്യും? നമ്മുടെ പോസിറ്റീവിലേക്ക് ഒട്ടാനായിട്ട് ഓടും, ആനോഡിലേക്ക് ഒട്ടാൻ 2 പേരും ഓടും. ആരാദ്യം എത്തുന്നോ അയാൾക്ക് റിയാക്ഷൻ നടക്കും. ഇതിൽ ആരാദ്യം എത്തുന്നറിയോ? Cl- ആദ്യം എത്തും. ആരെത്തിയാലും ആനോഡിൽ എന്തേ നടക്കുള്ളൂ? ഓക്സിഡേഷൻ. അപ്പൊ Cl- എത്തും, ഇലക്ട്രോണിനെ കളയും, Cl ആയിട്ട് അല്ലെ. അപ്പൊ ബാലൻസ് ചെയ്തൊക്കെ ചെയ്താ Cl. ഇനി എന്താ? കാഥോഡിൽ നോക്കാം. സെയിം റിയാക്ഷൻ, സിമ്പിൾ മക്കളെ. കാഥോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഒട്ടാം? പോസിറ്റീവ് ആയിട്ടുള്ള ആർക്കും ഒട്ടാം. അപ്പൊ Na+ഉം H+ഉം എന്ത് ചെയ്യും? നമ്മുടെ കാഥോഡിലേക്ക് ഒട്ടാനായിട്ട് പോകും. അപ്പൊ Na+ ഓടുന്നു, H+ ഓടുന്നു, Na+ ഓടുന്നു, H+ ഓടുന്നു. മക്കളെ 2 പേരും എത്തില്ല. അവിടെയാണ് ട്വിസ്റ്റ്. എന്ത് ചെയ്യില്ല? Na+ എത്തില്ല, H+ എത്തില്ല. അതിന് മുന്നേ ഓടി എത്തുന്ന ഒരാളാണ് ഇവിടെ അയണൈസ് ചെയ്യാതിരുന്ന കുറച്ച് H2O വാട്ടർ. എത്തിയിട്ട് എന്ത് ചെയ്യും? ആരെത്തിയാലും അവിടെ എന്തേ നടക്കുള്ളൂ? റിഡക്ഷൻ.
റിഡക്ഷൻ എന്ന് വെച്ചാൽ ഗെയിൻ ചെയ്യണം അല്ലെ. അപ്പൊ H2O ഇലക്ട്രോണിനെ വാങ്ങി ഹൈഡ്രജൻ ഗ്യാസും OH മൈനസും ഒക്കെ ആയിട്ട് മാറും. ബാലൻസ് ചെയ്യണം, ഹൈഡ്രജൻ ബാലൻസ് അല്ല. അപ്പൊ ദേ ഫുള്ള് നമ്മൾ ബാലൻസ് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇവിടെ ക്ലോറിൻ ഗ്യാസ് ഉണ്ടായി, ഇവിടെ എന്തുണ്ടായി, ക്ലോറിൻ ഗ്യാസ് ഉണ്ടായെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി. എങ്ങനെ ഓർത്തിരിക്കും മക്കളെ? CC കാഥോഡ് കോംപ്ലിക്കേഷനാ. ആനോട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം മോൾട്ടൺ NaCl പോലെ, പക്ഷെ കാഥോഡ് കോംപ്ലിക്കേറ്റഡ് CC കാഥോഡ് കോംപ്ലിക്കേഷൻ ആണ്. അവിടെ Na+ എത്തില്ല, H+ എത്തില്ല, പകരം H2O എത്തും. ഇനി ഒന്ന് പറഞ്ഞേ, ഇവിടെ ഉണ്ടാവുന്ന എന്താ? ക്ലോറിൻ ഗ്യാസ്, മാറ്റമൊന്നുമില്ല. ഇവിടെ ഉണ്ടാവുന്നതോ ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ ഒബ്സർവേഷൻ ഉൾപ്പെടെ പഠിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതുപോലെ ബാക്കി നമ്മുടെ കാര്യങ്ങളും എക്സാം അടുപ്പിച്ചുള്ള ക്രാഷ് കോഴ്സും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. ഇതുപോലെ മോർ ക്ലാസ്സസിനായിട്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയൊരു ക്ലാസ് ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.